നമ്മളിന്ന് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എജുഫ്ലെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിലെ കാറ്റഗറി നമ്പർ 154/2023 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2022 IPL മെഗാ മാരത്തോണിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണെന്നാണ് ചോദ്യം. മലയാളി താരമായിട്ടുള്ള ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മുംബൈ ഇന്ത്യൻസ് ആണ്. രണ്ടാമത്തെ ചോദ്യം, കൊച്ചി ബാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരായിരിക്കും? പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ്. മൂന്നാമത്തെ ചോദ്യം, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അർഹമായ സിനിമ 2021 ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഇത് വളരെ കോൺട്രവേഴ്ഷ്യലൊക്കെ സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഏതാണ്? സമന്വയ പദ്ധതിയാണ്. സമന്വയ ആർക്കാണ്? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. 2020 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി അടയാളപ്രേതമാണ്. ആറാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സ് 2022 ലഭിച്ച അവാർഡ് ഏതാണ്? ഓപ്ഷൻ ഡി ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ് ലഭിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാൻ സാറാണ്. എട്ടാമത്തെ ചോദ്യം, കോവിഡ് കാലത്ത് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീട്ടിലെത്തിച്ച പദ്ധതിയുടെ പേര്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ഡി ഫെസ്ബെല്ലാണ്. ഇനി ഇതിൽ ചോദ്യം ചോദിക്കും, ശ്രീഹരിക്കോട്ടയിലെ ഇതിൽ എല്ലാം വായിക്കണമെന്നില്ല. ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2022 വിക്ഷേപിച്ച് ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് EOS 04 ആണ്. ഇത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. ഇത് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. 2012 ആണ്. കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗതമേറിയ നദിയാണല്ലോ ടീസ്റ്റർ. അത് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ നമ്മളെ സംസ്ഥാനങ്ങളും അതൊരു ബൗണ്ടറീസ് ഒക്കെ പഠിച്ചാൽ കിട്ടുന്ന ചോദ്യമാണ്. എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമല്ല. ഇതിലൂടെയാണ് സിക്കിം ആൻഡ് പശ്ചിമ ബംഗാളിലൂടെയാണ് ടീസ്റ്റ നദി ഒഴുകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനങ്ങൾ. ഓപ്ഷൻ സി മണിപ്പൂർ. അത് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യമാണ്. പതിമൂന്നാമത്തെ, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതൊക്കെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നതാണ്. നമ്മളിവിടെ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ത് ചെയ്യണം? ഹൈലൈറ്റ് ചെയ്തിടണം. അല്ലെന്നുണ്ടെങ്കിൽ എക്സാമിന് വരുമ്പോൾ അത് കൺഫ്യൂസിംഗ് ആയിട്ട് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇവിടെ വരുന്നത് 1, 2 ശരി. ഓപ്ഷൻ എ ആൻഡ് നെക്സ്റ്റ് നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ വിക്ഷേപിക്കപ്പെട്ട EOS 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? ചോദ്യം ശ്രദ്ധിച്ചു വയ്ക്കാം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മൾ പറഞ്ഞു, ഇത് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണെന്നുള്ളത് പോയിന്റ് എന്നാണ്. ശരിയാണ്. അപ്പോൾ എന്താണ്? ഡി ഓപ്ഷൻ വരില്ല. പിന്നെ PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിനായി ഉപയോഗിക്കുന്നത്. അത് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചവർക്കാണെങ്കിൽ ഓപ്ഷൻ ബി ആണെന്ന് കിട്ടും. ഇതൊരു റഡാർ ഇമേജ് ഉപഗ്രഹമാണ്. ഇത് എന്താണ്? ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. മറ്റടുത്ത് നമ്മൾ കണ്ടതാണ് എന്ത്? ഈ ഡേറ്റ് സഹിതമാണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ അവർ ശ്രദ്ധിച്ച് വായിച്ചവർക്കാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുന്നത്? കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? ഗീതമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഗാനമല്ല, ഗീതമാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരിക്കും? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? മൃഗം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആരാണ്? ആനയാണ്. തെറ്റിയല്ലോ.
എക്സാമ്പിൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ വിക്ഷേപിച്ച EO-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. ഇത് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണെന്ന് നമ്മൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ചെയ്തതാണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചവർക്ക് മനസ്സിലാവും. ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ത് തെറ്റുത്തരമായിട്ട് വരുന്നത്. ബാക്കി എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. PSLV C-52 എന്ന വാഹനത്തിലാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ പറയണം ബങ്കിംചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ് ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2002 മൗലവ്യ കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 42ാം ഭേദഗതിയിലൂടെയാണ്. താഴെ തന്നിട്ടുള്ള മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? അതായത് ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചേ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. സോ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായി വരുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇതൊരു കറണ്ട് CA ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് CA ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോയാൽ മതി. ഇത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. കമ്മീഷൻ ചെയർമാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകുക. ദേശീയ പതാകമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ഏതായിരിക്കും? ദേശീയ പതാകമായി ഇത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ചോദ്യമാണ്. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ളതാണ് ദേശീയ പതാകമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ ദേശീയഗാഥന അംഗീകരിച്ചത് എപ്പോൾ? എന്നാണ് അംഗീകരിച്ചത്? അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് 2 ദിവസം മുമ്പാണ് എന്ത് ചെയ്തത്? അംഗീകരിച്ചത്. ജനുവരി 24-ാം തീയതിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം വരുന്നത്. അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ. കുറിച്യ കലാപത്തിൻ്റെ നേതാവ്? ഇതെല്ലാം നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഡോക്ടർ KB മേനോനാണ് കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി ഏതാണ്? കാണുമ്പോൾ തന്നെ അറിയേതാണ്? പ്രാചീന മലയാളമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 കുണ്ടറ വിളംബരം നടന്ന വർഷം. കല്ലുമാല സമരം നയിച്ചതാരാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമായിരുന്നു മലബാർ ആർക്ക് ലഭിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സവർണ ജാഥ ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ആലുവയിലാണ് സർവ്വമത സമ്മേളനം നടന്നത്. 1987 വിപ്ലവം കാൺപൂരിൽ നയിച്ചതാരാണ്? കാൺപൂരിൽ കണ്ണുകൊണ്ട് നമ്മൾ നോനോ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ ഏതാണ്? നാന സാഹിബാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ഈ കമ്മീഷനുകളെല്ലാം നോക്കി വെച്ചേക്കുക. ഓരോ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഏതാണ്? ഹണ്ടർ കമ്മിറ്റിയാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? ഗാന്ധിജിയെ ആദ്യമായി തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയാണ്? വിനോബ ഭാവെയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഓപ്ഷൻ ബി ഡോക്ടർ ഫസൽ അലി കമ്മീഷനാണ്.
ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏത്? ഇത് എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണെന്ന് ഇന്ത്യ ഓർത്ത്. അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സമരമാണ് കേട്ടോ. ആദ്യത്തെ സമരം ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? അത് ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് ഇന്ത്യ ഓർത്തിരിക്കുക. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇങ്ങനെ അവകാശപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഇങ്ങനെ അവകാശപ്പെട്ടത്. രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് അവകാശപ്പെട്ടത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ യൂണിയൻ ലഭിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി VP മേനോനാണ്. ഇദ്ദേഹം പാലക്കാടിലെ ഒറ്റപ്പാലം ജില്ലയിലാണ് ജനിച്ചത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇത് SCRT ഫാക്റ്റ് ആണ്. നാവിക കലാപം ആരംഭിച്ചത് എവിടെയാണ്? ബോംബെയിലാണ്. അതൊരു ടേബിൾ ഇട്ട് തന്നെ SCRT കൊടുത്തിരിക്കുന്നതാണ്. സോ അതൊക്കെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിക്കുക. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? 1931. അതായത് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നതൊക്കെ സമയത്താണ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണത്? കാവേരിയുടെ പോഷക നദിയാണ് ഏത്? ഭവാനി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13. ഒക്ടോബർ 13 കായിക ദിനമായി ആയിരിക്കും. ഇത് ഒരു കറണ്ട് ഫാക്റ്റാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, അത് കറണ്ട് ഫാക്റ്റ് നമ്മൾ എപ്പോഴും നോക്കുന്നതായിരിക്കും ബെറ്റർ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കാത്തത്? എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വേമ്പനാട്ട് കായൽ എവിടെയാണ് വ്യാപിച്ചു കിടക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഏത് കായലാണ്? അഷ്ടമുടി കായലാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂഗർഭ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? റബ്ബർ എന്താണ്? നമ്മുടെ കേരളം തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? വ്യാവസായിക തലസ്ഥാനം ചോദിച്ചാൽ നമ്മൾ ഏതാ പറയേണ്ടത്? അത് എറണാകുളമാണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാ? അത് ശാസ്താംകോട്ട കായലാണ് ശുദ്ധജല തടാകമായിട്ട് വരുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാനപ്പെട്ട പോഷക ഘടകം ഏതാ? പ്രോട്ടീനാണ്. നമ്മുടെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയത്തില്ലേ? മുട്ടയൊക്കെ ഒരു ദിവസം മുട്ട കഴിക്കണമെന്നൊക്കെ പറയത്തില്ലേ? അതൊക്കെ ബേസിക് ഫാക്റ്റാണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് ഏതാണ്? കണയാണ്. അതുകൊണ്ട് നമ്മൾ സൺലൈറ്റ് ഒക്കെ കൊള്ളണമെന്ന് പറയുന്നത് അതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിറ്റാമിൻ ഡി ടെസ്റ്റ് ഇടയ്ക്ക് ചെയ്ത് നോക്കുക. ഓരോ 6 മന്തിലും ചെയ്ത് നോക്കുക. നമുക്ക് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, ഹോർമോണാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം. അത് ചെക്ക് ചെയ്ത് തന്നെ നോക്കുക. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വേണം. മലമ്പനിക്ക് കാരണമായ രോഗമാണ് ഏതാണ്? മലമ്പനിക്ക് കാരണമായത് ഏതാണ്? പ്രോട്ടോസോവയാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏതാണ്? കേരളത്തിലെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് താലോലമാണ്. താലോലം. മാരക അസുഖങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് തെങ്ങാണ്. തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്? ആദ്യത്തെ കണ്ണി എപ്പോഴും ആരാണ്? ഹരിത സസ്യങ്ങളാണ്. പ്ലാന്റ്സ് ആയിരിക്കും. ഭക്ഷ്യ ശൃംഖലയിലെ ആ ഒരു ഫുഡ് ചെയിനിലെ ഫസ്റ്റ് കണ്ണി എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളായിരിക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? വിഘാടകർ എന്നാണ്. വിഘാടകർക്ക് എക്സാമ്പിൾ ബാക്ടീരിയ വിഘാടകർക്ക് എക്സാമ്പിളാണ്. താഴെ പറയുന്നവയിൽ നിന്ന് നെല്ലിനം തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് നെല്ലിനം ഏതാണ്? അന്നപൂർണയാണ്. അന്നപൂർണയാണ് ഇതിനകത്ത് നെല്ലിനം എന്ന് പറയുന്നത്. ചന്ദ്രലക്ഷ എന്നൊക്കെ പറയുന്നത് തെങ്ങിൻ്റെ ഇനങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോൺ ഡാൽട്ടൺ ആണ്. അറ്റോമിക് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? അത് ഹെമറ്റൈറ്റ് ആണെങ്കിൽ ഇരുമ്പിൻ്റെ അയിരെല്ലാം എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചുകൊണ്ട് പോകുക. അതേപോലെ ഏറ്റവും കൂടുതൽ ചോദിക്കുകയാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റും ഏതാണ്?
അലൂമിനിയത്തിൻ്റെ ആണ്, ഓർത്തിരിക്കുക. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ വായിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ഇരിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു പോകും. സോ എന്താണ് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് അലൂമിനിയമാണ്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. അത് തെറ്റിപ്പോലെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഓസോൺ ഉണ്ട്, മീഥേൻ ഉണ്ട്, പക്ഷേ കാർബൺ മോണോക്സൈഡ് ഇല്ല. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏതാണ്? ഇതിൽ നിന്ന് കിട്ടുന്നത് അതാണ് ടെലൂറിയം ആണ് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത്. ഇനി വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഇത് എപ്പോഴും ഇത് SRT ഫാക്റ്റാണ്. ഏതാണ്? ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമാകുന്ന താപ സംരക്ഷണം ഏതാണ്? സംരക്ഷണം ഏതാണ്? സംവഹനമാണ്, കൺവെക്ഷൻ ആണ് കേട്ടോ, കൺവെക്ഷൻ ആണ്. ഇത് ജോഗ്രഫിയിലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ഏതാണ്? ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന് എക്സാമ്പിൾ ഏതാണ്? അത് കത്രികയാണ്. ഈ ഉത്തോലകങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. ഇത് നല്ല എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം ഏതാണ്? പ്രകാശത്തിൻ്റെ പ്രകീർണത്തിന് കാരണം അത് അപവർത്തനമാണ്. പ്രകീർണത്തിന് കാരണം ഏതാണെന്ന് ചോദിച്ചാൽ അപവർത്തനമാണ്. ഇനി ദ്രുതഗതിയിലുള്ള ദോലന ചാലനങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലന ചാലനങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. നമുക്ക് എന്താണ്? കമ്പനങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. ഇനി 81ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി -12 ആണ്. ഇത് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ഇത് ചെയ്യാതെ നമ്മൾ മാത്സ് എപ്പോഴും വർക്കൗട്ട് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. 82ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 82ാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എൺപത്തിമൂന്ന് ഓപ്ഷൻ ഡി ആണ്. 84 ഓപ്ഷൻ ബി. 84 വരുന്നത് ഓപ്ഷൻ ബി ആണ്. 85 ഓപ്ഷൻ ബി. 85ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 86ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 87ൻ്റെ ഉത്തരം ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 120 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 88ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 11 ആണ്. 89ൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 90ൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 91ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 8 ആണ്. 92ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 12220 ആണ്. 93ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 94ൻ്റെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 95ൻ്റെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 96ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 54 ആണ്. 97ൻ്റെത് വരുന്ന ഓപ്ഷൻ എ 60 ആണ്. 98ൻ്റെത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. 99ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 100ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ അത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് 100-ൽ എത്ര മാർക്സ് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.